പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹീബ്രുവിൽ ഇസ്രായേലിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായിട്ടുള്ള ഇസ്ലാമിക് റെജീമിനെ മാറ്റുക, അവിടെ നിന്നും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ഇസ്രായേലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റിന് ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. ചരിത്രപരമായിട്ടുള്ള ഒരു നേതൃത്വത്തിന് ഇസ്രായേലിന്റെ ഒരു ഗ്രേറ്റ് ഫ്രണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുന്നു എന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ 47 വർഷമായി അയത്തുള്ള റെജീമിന്റെ മുദ്രാവാക്യം ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്കയാണ്. അത് ഇസ്രായേൽക്കാരുടെ രക്തം ചിന്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിരവധി അമേരിക്കക്കാരെ അവർ കൊന്നടക്കി, ഒപ്പം തന്നെ തങ്ങളുടെ തന്നെ ജനങ്ങളെ അവർ കൊന്നടക്കി. ഇതിനി അനുവദിക്കാൻ പാടില്ല. അതിനാൽ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഭീകര ഭരണകൂടം, അങ്ങനെ തന്നെയാണ് അദ്ദേഹം നെതന്യാഹു ആ ഒരു റെജീമിനെ വിശേഷിപ്പിക്കുന്നത്. അവർ ഒരു കാരണവശാലും ഒരു ആണവായുധം കൈവശം വയ്ക്കുവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. അത് എൻറ്റയർ ഹ്യൂമാനിറ്റി, അതായത് മനുഷ്യർക്ക് മുഴുവൻ ആഗോളതലത്തിൽ തന്നെ അത് വലിയൊരു ഭീഷണി തന്നെയാണ്. മനുഷ്യവംശത്തിന് തന്നെ അതൊരു ഭീഷണി തന്നെയാണ്. ജോയിന്റ് ആക്ഷൻ എന്നാണ് നെതന്യാഹു ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ജോയിന്റ് ആക്ഷൻ. ഒപ്പം തന്നെ ഇറാനിലെ ജനങ്ങൾക്കും അദ്ദേഹം കൃത്യമായിട്ടുള്ളൊരു സന്ദേശം നൽകുന്നുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങളുടെ കരങ്ങളിൽ തന്നെയാണ്. ഒപ്പം തന്നെ എല്ലാ ജനങ്ങളോടും, ഇറാനിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് പേർഷ്യൻസ്, കുർദുകൾ, അസേറീസ്, ബലൂച്ചസ്, ഒപ്പം തന്നെ അവരോടൊക്കെ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ഒരു സുവർണ അവസരം തന്നെയാണ്, ഇറാനെ സ്വതന്ത്രമാക്കാനുള്ള സുവർണ അവസരം തന്നെയാണ്. ഒപ്പം ഇസ്രായേൽക്കാരോടും അദ്ദേഹം നിർദ്ദേശം നൽകുന്നു. വരും ദിവസങ്ങളിൽ IDF-ന്റെ ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശം കൃത്യമായിട്ടും നിങ്ങൾ പാലിക്കുക. ഓപ്പറേഷൻ റോർ ഓഫ് ദി ലയൺ എന്നാണ് അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൽ ഈ ഒരു ഓപ്പറേഷനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്.